ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ആദ്യ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. നമുക്കറിയാം, നിങ്ങൾ ബിസിനസ് റെഗുലേഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലുള്ള ചാപ്റ്ററാണ്. ബിസിനസ് റെഗുലേഷനിൽ നിങ്ങൾ കോൺട്രാക്റ്റ് ആക്ട്, പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷനിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഇതില്ല, ഈ പേപ്പർ ഇല്ല. ഇതിന് ശേഷം വന്നതാണ്. കമ്പനീസ് ആക്ട് വന്നതിന് ശേഷമാണ് ഈ കോർപ്പറേറ്റ് റെഗുലേഷൻ തന്നെ വന്നത്. അന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ചെറിയ ഓഡിറ്റിംഗ് അങ്ങനത്തെ കുറച്ച് പേപ്പറുകളൊക്കെ ഉണ്ട്. അതിപ്പോഴും ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പുതിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ വെറും കമ്പനീസ് ആക്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതിൽ അങ്ങനെ സെക്ഷനും നോക്കി വെക്കാനില്ല, എന്താ ഓരോന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെന്താണ് വളരെ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ എ കമ്പനി എന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ ഇവിടെ ഈ ക്ലാസ്സിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പനീസ് ആക്ടിനെ കുറിച്ചും 2013 കുറിച്ചും അതിൻ്റെ ചരിത്രം, അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഇവിടെ കമ്പനി എന്താണെന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞ വേർഡ് ഒരു ലാറ്റിൻ വേർഡാണ്. അതായത് ഇറ്റാലിയൻ, സ്പാനിഷ് അങ്ങനത്തെ ഒരു വേർഡ്, ആ ഒരു വേർഡിനെ നമ്മൾ പറയാം, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനെ പറയാം ലാറ്റിൻ എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു വേർഡാണ് എന്ത് ഈ കമ്പനി എന്ന് വെച്ചാൽ. അതിൻ്റെ അർത്ഥം നമ്മൾ എന്താണ്, കോം മീൻസ് ടുഗദറാണ്. കോം എന്നുള്ള വേർഡിൻ്റെ അടുത്ത് എന്താണ്, ഒരുമിച്ച് എന്നുള്ളതാണ്. പെനി എന്ന് വെച്ചാൽ ബ്രെഡാണ്. അപ്പോൾ ഒരുമിച്ചിരുന്ന് ബ്രെഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ബിസിനസ് നടത്തുക, അതിൻ്റെ ബ്രെഡ്, അതിന് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാവരും കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനി ഈസ് എ കോർപ്പറേറ്റ് ബോഡി കംപ്രൈസിങ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺ. കമ്പനി എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അതിന് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസിലൊരു കോർപ്പറേറ്റ് ബോഡിയാണ്. വിത്ത് ഗ്രേറ്റർ ക്യാപിറ്റൽ ആൻഡ് എൻഗേജ് ഇൻ മോർ എക്സ്റ്റെൻസീവ് എൻ്റർപ്രൈസസ്. അതിന് കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടാവും കമ്പനിക്ക്, മൂലധനം കൂടുതലായിരിക്കും. അതുപോലെ എന്താണ്, അതൊരുപാട് എക്സ്റ്റെൻസീവ് എൻ്റർപ്രൈസ് ആയിരിക്കും, വലിയൊരു എൻ്റർപ്രൈസ് ആയിരിക്കും അത്. ആൻഡ് ട്രേഡിംഗ് അണ്ടർ ദ ടൈറ്റിൽ നോട്ട് ഡിസ്ക്ലോസിങ് ദ നെയിംസ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ കമ്പനികളുടെ പേര് അറിയാം. അപ്പോൾ റിലയൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ അംബാനി കുടുംബത്തിൻ്റെയാണ്. ടാറ്റ കുടുംബത്തിന്, പക്ഷേ ആ വ്യക്തികളുടെ പേര്, ഇപ്പോൾ രത്തൻ ടാറ്റേൻ്റെ പേര് വെച്ചിട്ടുള്ള കമ്പനി നടത്തുന്നത്. ടാറ്റ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പേരാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ഒരു കമ്പനിയാണ്. അപ്പോൾ അത് നടത്തുമ്പോൾ എന്താണ്, അതിൻ്റെ സ്ഥാപകനായോ അല്ലെങ്കിൽ ഓണറായിട്ടുള്ള സക്കർബർഗിൻ്റെ പേരിലല്ല നടക്കുന്നത്. ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ കമ്പനീൻ്റെ പേരിലാണ് നടക്കുന്നത്. അപ്പോൾ അതാണ് അപ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വൽസിൻ്റെ പേരല്ല, കമ്പനീൻ്റെ പേരാണ് അവിടെ വരിക. ചിലപ്പോൾ ആളെ പേരിൻ്റെ കമ്പനിക്ക് പേരായി വരും. ഓക്കെ, എന്നാലും ആ കമ്പനീൻ്റെ പേരാണ് അവിടെ വരിക എന്നുള്ളതാണ്. ഇനി കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒന്ന് പറയുന്നത്, കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്. അപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരികയാണെങ്കിൽ ആദ്യം കമ്പനിയുടെ പുറത്താണ് നിയമം വരിക, അല്ലെങ്കിൽ കേസ് വരിക. അപ്പോൾ അത് അന്വേഷണം വന്നിട്ട് അതിൻ്റെ ഓണേഴ്സാണ് അതിൻ്റെ പറകിലെങ്കിൽ എന്താണ് അപ്ലൈ അങ്ങോട്ട് വരുള്ളൂ, അല്ലെങ്കിൽ കമ്പനി ഡീൽ ചെയ്യണം. അപ്പോൾ നോർമൽ ഒരു സിവിൽ കേസൊക്കെ ആണെങ്കിൽ കമ്പനി എന്താണ് അത് ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. അത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി ലോ മൂലം ക്രിയേറ്റഡ് ആണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പേഴ്സൺ ഇൻ ദ ഐ ഓഫ് ലോ ആണ്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കരുതുന്നത്. ഇറ്റ് ഹാസ് നോ ബോഡി ആൻഡ് മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇറ്റ് ക്യാൻ ആക്ട് ഓൺലി ത്രൂ ദ അതർ പേഴ്സൺ എലക്റ്റഡ് ഫോർ ദ പേർപ്പസ്. അപ്പോൾ കമ്പനിക്ക് വേണ്ടി ആരാണോ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് എന്താണ് അയാളാണ് കമ്പനിക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ആണ്. കമ്പനി ആസ് എ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ് ഫ്രം ദ ലൈഫ് ഓഫ് ദ മെമ്പേഴ്സ്. ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും കമ്പനിയിൽ. ഇപ്പോൾ എല്ലാവരും മരണപ്പെട്ടാലും പുതിയ മെമ്പേഴ്സ് വരികയാണെങ്കിൽ എന്താണ് കമ്പനി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുള്ളതാണ്. ഓക്കെ, സ്ഥാപക നേതാക്കളല്ല കമ്പനിയുടെ ആ ഒരു നിലനിൽപ്പിനെ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി ആശ്രയിക്കുന്ന ആ സ്ഥാപക നേതാക്കളുടെ നിലനിൽപ്പിനെ അല്ല എന്നുള്ളതാണ്. പിന്നെ കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ. ലിമിറ്റഡ് ലയബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, കമ്പനിക്ക് എന്തെങ്കിലും കടം വരികയാണെങ്കിൽ അത് കമ്പനീൻ്റെ അസറ്റിൽ നിന്ന് വീട്ടുക, അല്ലാതെ ഓണറിൻ്റെ കയ്യിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ ഓണറിൻ്റെ വ്യക്തിപരമായ പ്രോപ്പർട്ടിയിലേക്കൊന്നും നമ്മൾ അത് ലേലം വിളിക്കേണ്ട ആവശ്യമില്ല. കമ്പനീൻ്റെ അസറ്റുകൾ ചിലപ്പോൾ ലേലം വിളിച്ചെന്ന് വരും. പിന്നെയാണ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ഷെയർ ആണ്. ഷെയർ എന്താണ്, ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. ഒരാൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എന്താണ് കമ്പനി മറ്റൊരാളുടെ പേരിലേക്ക് എഴുതി കൊടുക്കേണ്ട, ഷെയർ അങ്ങ് വിറ്റാൽ മതി. എഴുതി കൊടുക്കേണ്ട രജിസ്ട്രേറ്റിൻ്റെ കാര്യമൊന്നുമില്ല. ഷെയർ വിറ്റാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി മറ്റൊരാളുടെ കയ്യിലായി. പിന്നെ ക്യാൻ ബൈ ആൻഡ് സെൽ. കമ്പനിയുടെ പേരിൽ എന്താണ് അസറ്റുകൾ വാങ്ങാനും വിൽക്കാനുള്ള അവകാശമുണ്ട്. ക്യാൻ സൂ ആൻഡ് ബി സൂഡ്. നമുക്ക് കമ്പനിക്ക് കേസ് കൊടുക്കാനും കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനുള്ള അധികാരങ്ങളുണ്ട് എന്നുള്ളതാണ്. സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. കമ്പനിയുടെ ഓണർഷിപ്പ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെയാണ്, അല്ലെങ്കിൽ ടോപ്പ് മാനേജേഴ്സാണ്, GM പോലത്തെ സ്ഥാപനങ്ങളാണ്, വ്യക്തികളാണ്. പിന്നെന്താണ്, കമ്പനീൻ്റെ ഒപ്പ് എന്ന് പറഞ്ഞാൽ കോമൺ സീലാണ്. കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാവും. പിന്നെ കമ്പനി ഒരു വോളണ്ടറി അസോസിയേഷനാണ്. നിർബന്ധപൂർവ്വം ആരും കമ്പനിയിലേക്ക് കൊണ്ടുവരരുത്, എല്ലാവരും താല്പര്യപ്രകാരം വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്.
ഇനി കമ്പനിയെ എങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കുക എന്നുള്ളതാണ്, ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കമ്പനിയെ പ്രധാനമായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 തരത്തിൽ ആണ്, 4 അല്ല 5, കമ്പനിയെ പ്രധാനമായിട്ടും 6 തരത്തിലാട്ടോ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി എങ്ങനെയാണ് ഉണ്ടായത്, ഇൻകോർപ്പറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇൻകോർപ്പറേറ്റ്, അത് കോർപ്പറേറ്റ് എന്നാണ് പറയാം നമുക്കതിനെ. അപ്പോൾ ഇൻകോർപ്പറേറ്റ് മീൻസ് ആ കോർപ്പറേറ്റ് സ്ഥാപനം എങ്ങനെയാണ് ഉണ്ടായി വന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ലയബിലിറ്റി, ബാധ്യതകൾ, ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എത്രമാത്രം ബാധ്യതകളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിച്ചിരിക്കുന്നു. പിന്നെ മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഒന്നുകൂടി കൊടുക്കാം, 1% കമ്പനി കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് ഡൊമിസൈൽ, കമ്പനി ഏത് രാജ്യത്താണ്. അപ്പോൾ ഇന്ത്യൻ കമ്പനിയും ഫോറിൻ കമ്പനിയും. ഡൊമിസൈൽ എന്ന് വെച്ചാൽ ഏത് രാജ്യത്താണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഉള്ളത്, ഡൊമിസൈൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ രാജ്യം ഏതാണ്. പിന്നെ ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ കൺട്രോളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കമ്പനിയെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർട്ടേഡ് കമ്പനിയും സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയും രജിസ്റ്റേർഡ് കമ്പനി, ഈ 3 തരം കമ്പനികളാണ് ഉള്ളത്. അതിൽ ചാർട്ടേഡ് കമ്പനി എന്താണെന്ന് വെച്ചാൽ ഈ ക്രൗൺ മീൻസ് ബ്രിട്ടീഷുകാരുടെ എംപയർ ആയിരുന്നു. ക്രൗൺ പ്രിൻസ് എന്നൊക്കെ വെച്ചാൽ ബ്രിട്ടീഷ് രാജകുമാരൻ. അപ്പോൾ ബ്രിട്ടീഷുകാരനായിരുന്നു നമ്മുടെ നാട് ഭരിച്ചിരുന്നത്, ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ അവർ ഈ ബ്രിട്ടനിൽ ചാർട്ടർ എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് അവിടെ ഉണ്ടാക്കുന്ന നിയമത്തിന് ചാർട്ടർ, അവിടുത്തെ പാർലമെൻറ്റിൽ, അങ്ങനെ പാർലമെൻറ്റിൽ പാസ്സായിട്ട് ഒരുപാട് കമ്പനികൾ നിലവിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. അതിൽ ചാർട്ടേഡ് ബാങ്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അത്തരം കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുണ്ട്, കുറേ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അത്തരം കമ്പനികൾ ആണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയാം. ഓക്കെ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ചാർട്ടേഡ് കമ്പനിയാണ്. ബ്രിട്ടീഷ് ചാർട്ടർ പ്രകാരം, ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന നിയമപ്രകാരം ഉണ്ടാകുന്ന കമ്പനികൾ, അതാണ് ചാർട്ടേഡ് കമ്പനി. ഇനി സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ നിയമസഭയിലോ ഒക്കെ നിയമം പാസ്സാക്കി ഉണ്ടാക്കുന്ന ഒരു കമ്പനി. എ കമ്പനി മേ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് എ സ്പെഷ്യൽ ആക്ട്. ആ ഒരു കമ്പനി ഉണ്ടാക്കാനായിട്ടൊരു സ്പെഷ്യൽ ആക്ട്, ഇപ്പോൾ SBIക്ക് ഒരു ആക്ട്, അല്ലെങ്കിൽ LIC ആക്ട് ഉണ്ട്. LIC ആക്ട് എന്താണ്, LIC എന്ന് പറയുന്ന ഒരു കമ്പനി പോലെ ഒരു കമ്പനി തന്നെയാണുള്ളത്. ആ കമ്പനിക്കായിട്ട് പ്രവർത്തിക്കുന്ന LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉണ്ട്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഒരു കമ്പനികളാണ്. അപ്പോൾ ആ കമ്പനിക്ക് വേണ്ടി ഒരു നിയമം, ഗവൺമെൻറ് ജീവനക്കാരായാലൊക്കെ വർക്ക് ചെയ്യുന്നതും അത് വേറെ വിഷയമാണ്, ഒരു ഗവൺമെൻറ് കമ്പനിയാണത്. കമ്പനി മേ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ് ഓർ എനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സച്ച് കമ്പനീസ് ആർ കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ഇൻസ്റ്റൻസസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഇൻ ഇന്ത്യ ആർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് അത് കൊണ്ടുവന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റിലാണ് നിയമം പാസ്സായത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ അത്തരം കമ്പനികളെയാണ് എന്ത് പറയുക, നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയാം. പിന്നെ രജിസ്റ്റേർഡ് കമ്പനി, അത് പിന്നെ കമ്പനീസ് ആക്ട് 1956 അല്ലെങ്കിൽ ഈ പറഞ്ഞ 13 ശേഷം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനീസാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ഓക്കെ, അതായത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനീസാണ് ഈ പറയുന്ന ഈ രജിസ്റ്റേർഡ് കമ്പനീസ്. ഇനി അടുത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, അതായത് നമ്മുടെ ബാധ്യതകളുടെ അടിസ്ഥാനത്തിൽ കമ്പനീസിൽ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർ ഉണ്ട്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ കമ്പനീസ് തന്നെ ഉണ്ട്, അൺലിമിറ്റഡ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഷെയർ ഹോൾഡർ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഒരു 1000 രൂപേൻ്റെ ഷെയർ വാങ്ങി വെച്ചിട്ടുണ്ട്, കമ്പനി പെട്ടെന്ന് പൊട്ടി. അപ്പോൾ കമ്പനിക്ക് ബാധ്യതകൾ വന്നു, കമ്പനിക്ക് ലോൺ ഉണ്ട്, കമ്പനീൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാളുടെ 1000 രൂപ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ 1000 രൂപ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്, അല്ലാതെ വേറെ നഷ്ടങ്ങൾ വരില്ല. ഓക്കെ, അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ. അപ്പോൾ അതിൻ്റെ എന്താണ് മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ കമ്പനീൻ്റെ ഷെയർ വാങ്ങുന്ന നേരത്തെ ഒരു ഗ്യാരണ്ടി പേപ്പറിലും കൂടി സൈൻ ചെയ്യണം, ഒരു കോൺട്രാക്റ്റ് പോലെ. അപ്പോൾ ഷെയറിൻ്റെ വില 1000 ആണെങ്കിൽ കമ്പനിക്ക് പെട്ടെന്ന് നഷ്ടം വന്ന് കമ്പനി അടച്ചു പൂട്ടാൻ പോകുന്ന നേരത്തെ 2000 തരേണ്ടി വരും എന്നൊരു ഗ്യാരണ്ടി എഴുതി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കമ്പനി അടച്ചു പൂട്ടുന്ന നേരത്തെ ആ പൈസയും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. പിന്നെ പറയുന്നതാണ് അടുത്തത് അൺലിമിറ്റഡ് കമ്പനി. അൺലിമിറ്റഡ് കമ്പനിയാണ് അടുത്ത തരം.
അതിൽ മെമ്പറിൻ്റെ വീട്ടിൽ വരുന്നത് എന്താണ്, അയാളുടെ ആധാരം വരെ എന്താണ് കമ്പനിക്ക് വേണ്ടിയിട്ട് പണയം വെക്കേണ്ട അവസ്ഥ വരും. കാര്യം എന്താണ്, ഒരു തരത്തിലും കമ്പനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് മെമ്പറിൻ്റെ എന്താണ് പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും കൂടി എന്താണ് എടുക്കും എന്നുള്ളതാണ്. അതാണ് അൺലിമിറ്റഡ് കമ്പനി. അതാണ് ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ഇപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ 3 തരം, ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി 3 തരം. പിന്നെയാണ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ പ്രൈവറ്റ് കമ്പനി വരുന്നുണ്ട്, പബ്ലിക് കമ്പനി വരുന്നുണ്ട്, 1 പേഴ്സൺ കമ്പനി വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ പ്രൈവറ്റ് കമ്പനികളുടെ പരമാവധി 200 പേരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കമ്പനിയിൽ ഉൾപ്പെടുത്താൻ പറ്റുക. അതിൻ്റെ ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്താണ് ഷെയർ വിൽക്കാനും പറ്റില്ല. നമ്മൾ പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഈ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഷെയർ വിറ്റയച്ചിട്ട് ക്യാപിറ്റൽ സമാഹരിക്കാൻ പറ്റൂ, പ്രൈവറ്റ് കമ്പനിക്ക് പറ്റില്ല. പബ്ലിക് കമ്പനിക്ക് എന്താണ് അൺലിമിറ്റഡ് ആണ്, എത്ര ആളെ വേണമെങ്കിൽ ചേർക്കാം. അത് അവർക്ക് എന്താണ് പബ്ലിക്കിൽ എന്താണ് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് ഷെയർ വിൽക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഇനി ഡോമിസൈൽ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തന മേഖലയല്ല, അത് ഏത് രാജ്യത്തുള്ള കമ്പനിയാണെന്നുള്ളതാണ്. അതിൻ്റെ രാജ്യമാണ്, അതിൻ്റെ എന്താ പറയുക, സ്വദേശം ഏതാ. ഡോമിസൈൽ എന്ന് വെച്ചാൽ സ്വദേശം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫോറിൻ കമ്പനി ഉണ്ട്, അതായത് ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഫോറിൻ കമ്പനി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലല്ലാതെ പുറത്തുള്ള രാജ്യത്തെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയാണ് ഫോറിൻ കമ്പനി. സെക്ഷൻ 591 ഇതേക്കുറിച്ച് പറയുന്നത്, ഫോറിൻ കമ്പനിയെ കുറിച്ചിട്ട്. വിച്ച് എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലേസ് ഓഫ് ബിസിനസ് വിത്തിൻ ഇന്ത്യ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ആക്ട്. വിച്ച് ആറ്റ് പ്ലേസ് ഓഫ് ബിസിനസ് വിത്തിൻ ഇന്ത്യ, അതായത് ഫോറിനിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിൽ എന്താണ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫോറിൻ കമ്പനി. അല്ലാതെ ഫോറിനിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് ഫോറിനിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി, ഇവിടേക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയല്ല. ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് വന്നിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്, പക്ഷേ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഫോറിനിലാണ്. അത്ര ഒരു കമ്പനിയാണ് എന്ത്, ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഹാവിങ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കമ്പനി എന്താണ്, ഇന്ത്യയിൽ ഫോം ചെയ്ത കമ്പനീസാണ്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട, ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെട്ട കമ്പനിയാണ്. പിന്നെ അക്കോർഡിംഗ് ടു ഓണർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് 51% ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത്തരം കമ്പനീസിൻ്റെ പേരാണ് ഗവൺമെൻറ് കമ്പനീസ്. നോൺ ഗവൺമെൻറ് കമ്പനീസ് മറ്റ് കമ്പനീസാണ്. ഗവൺമെൻറ് ഷെയർ വാങ്ങാത്ത പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഷെയർ വാങ്ങിയുള്ള കമ്പനി. ഇനി അക്കോർഡിംഗ് ടു കൺട്രോൾ വരുന്നത് ഹോൾഡിംഗ് കമ്പനീസ് ഉണ്ടാവും. എ കമ്പനി is known as holding company of another company if it has control over that other company എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനി ഉണ്ട്, അപ്പോൾ ഈ കമ്പനി 51% ഷെയർ മറ്റൊരു കമ്പനി വാങ്ങി. ഈ കമ്പനീൻ്റെ പേര് ബി ആണ്, ഈ കമ്പനിയുടെ പേര് എ ആണ്. അപ്പോൾ എ കമ്പനി ബീൻ്റെ ഹോൾഡ് ചെയ്യാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനിക്കുക ഈ കമ്പനിയാണ്, എ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ അതിനെയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെയാണ് സബ്സിഡറി കമ്പനി. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ എ ആൻഡ് ബീൻ്റെ കേസ്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ എ വലിയ കമ്പനിയാണ്, അത് മറ്റ് ബി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ 51% ഷെയർ വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ബി ഈസ് ദ സബ്സിഡറി കമ്പനി ആൻഡ് എ ഈസ് ദ ഹോൾഡിംഗ് കമ്പനി. അതാണ് അപ്പോൾ എന്ത് പറയുന്നത്, കൺട്രോളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് ഇമ്പോർട്ടൻ്റ് ആണ്, എസ് എ ആയിട്ട് നിങ്ങളടുത്ത് ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് നോക്കി വെച്ചേക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പോൾ ഈ ഡിഫറൻസ് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ പേരാണ് കോണ്ടിനോക്സ്, എന്തൊരു കമ്പനിയാണ്. അപ്പോൾ കോണ്ടിനോക്സ് ടെക്നോളജി ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ പേരാണ് എന്ത്, പ്രൈവറ്റ് കമ്പനി. അല്ല, ഇവിടെ ഒരു പ്രൈവറ്റ് എന്നുള്ളൊരു പേരുണ്ട്, പ്രൈവറ്റ് കഴിഞ്ഞിട്ട് ലിമിറ്റഡ്. ഇവിടെ വെറും ലിമിറ്റഡ് മാത്രമാണെങ്കിൽ ഈ പ്രൈവറ്റ് ഇല്ല, എക്സിനോസ് ടെക്നോളജി ലിമിറ്റഡ് ആണെങ്കിൽ അത്തരം കമ്പനിയാണ് പബ്ലിക് കമ്പനി. നമുക്ക് പെട്ടെന്നൊരു നോട്ടത്തിലൊരു കമ്പനി, ഇപ്പോൾ ഇത് ഗുരുഗ്രാമിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു കമ്പനിയാണ്, ഹരിയാനയിൽ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കമ്പനീസിനെയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം, അല്ലാത്തതാണ് പബ്ലിക് കമ്പനി. അപ്പോൾ പബ്ലിക് കമ്പനീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യാൻ ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഷെയർ. പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഷെയർ വാങ്ങാനുള്ള അധികാരം പബ്ലിക് കമ്പനിക്കുണ്ട്. പ്രൈവറ്റ് കമ്പനി കനോട്ട് ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഷെയർ. പബ്ലിക് കമ്പനി രണ്ടാമത്തെ പോയിൻ്റാണ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഈസ് റിക്വയർഡ്. ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് നോട്ടീസാണത്. ഷെയറിൻ്റെ കാര്യങ്ങളും കമ്പനിയുടെ ഡീറ്റെയിൽസും ഒക്കെ വരുന്നത് നോട്ടീസാണ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ. അത് എന്ത് ചെയ്യണം, പബ്ലിക് കമ്പനി ഇഷ്യൂ ചെയ്യണം. പ്രൈവറ്റ് കമ്പനി അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഈസ് നോട്ട് റിക്വയർഡ്. പബ്ലിക് കമ്പനിയെക്കുറിച്ച് അടുത്ത് പറഞ്ഞത് ഹാസ് ടു വെയിറ്റ് ഫോർ മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ് പബ്ലിക് കമ്പനിയെക്കുറിച്ച് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയെക്കുറിച്ച് പറയുന്നത് നീഡ് നോട്ട് വെയിറ്റ് ഫോർ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. മിനിമം സബ്സ്ക്രിപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആർക്ക്, പ്രൈവറ്റ് കമ്പനി. അപ്പോൾ എന്താണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ? ഒരു 100 ഷെയർ ഇറക്കി,
നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ പബ്ലിക് കമ്പനി ആകുമ്പോൾ പബ്ലിക്കിന് വിൽക്കും, പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ പ്രൈവറ്റ്ലി അത് ആൾക്കാർക്ക് വിൽപ്പിക്കുക ചെയ്യുക. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വരില്ല. ഇവർക്ക് എന്താ വെച്ചാൽ ഈ 100-ൽ ചിലപ്പോൾ ഒരു ശതമാനം പറയും ഇതിൽ. ഇപ്പോൾ ഒരു 30% മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ 30 ഷെയർ വിറ്റിട്ടില്ലെങ്കിൽ എന്താണ് 20 ഷെയറാണ് വിറ്റതെങ്കിൽ വീണ്ടും ഇത് റീഇഷ്യൂ ചെയ്യണം. അപ്പോൾ അതിന് സഹായിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ 30 വിൽപ്പിച്ചു തരാനും 30-ന് മേലെ വിൽപ്പിച്ചു തരാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ അതിന് അണ്ടർ റൈറ്റിംഗ് എന്നാണ് പറയാം. ഷെയർ വിൽപ്പിക്കാൻ സഹായിക്കുന്നത് അതിനും ഒരു ബ്രോക്കറിങ് ആണത്, ഏജൻസി വർക്കാണ്. അപ്പോൾ അത് ഈ പബ്ലിക് കമ്പനി നോക്കിയാൽ മതി മിനിമം സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ട്. അത് പ്രൈവറ്റ് കമ്പനി നോക്കണ്ട. ഈ പബ്ലിക് കമ്പനിക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജും ഇല്ല, പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ട്. വേർഡ് ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യേണ്ടത്, സക്സീഡ് ചെയ്യേണ്ടത് പേരിന് ശേഷം. സക്സീഡ് എന്ന് വെച്ചാൽ പേരിന് ശേഷം വരുന്നത് വേർഡ് ലിമിറ്റഡ് ആണ്. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസ് പറയുകയാണെങ്കിൽ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പേരിന് ശേഷം വരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് പറയുന്നത്. ഇനി അടുത്തതാണ് പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. 2 വ്യക്തികൾക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് കമ്പനി തുടങ്ങാം. ഓൺലി 2 persons ആർ റിക്വയർഡ് ടു ഫോം പ്രൈവറ്റ് കമ്പനി. ഓക്കെ. പബ്ലിക് കമ്പനി 7 പേരാ വരിക. നീഡ് നോട്ട് ഹാവ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇത്തരം ഷെയർ വിൽക്കാനൊരു പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യേണ്ട. റിസീവ് ഒരു മിനിമം സഫീഷ്യൻറ്റ് എമൗണ്ട് റിസീവ് ചെയ്താൽ മതി. ക്യാപിറ്റൽ പ്രൈവറ്റായിട്ട് ഇഷ്യൂ ചെയ്യാം, പ്രൈവറ്റായിട്ട് ആൾക്കാരെ കൊണ്ട് എടുപ്പിച്ചാൽ മതി. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഷാൽ ഓൺലി ബി 2. 2 ഡയറക്ടേഴ്സ് മതി. 2 ആൾക്കാർക്കല്ല മിനിമം ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇപ്പോൾ മിനിമം ഡയറക്ടേഴ്സ് 2 മതി. നോ റെസ്ട്രിക്ഷൻ വിത്ത് റിഗാർഡ് ടു റെമ്യൂണറേഷൻ പേബിൾ ഡയറക്ടർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ള കേസൊന്നും ഇവിടെ പറയുന്നില്ല. ഇതാണ് ഇപ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ 1 person കമ്പനി എന്നുള്ള ചോദ്യം. OPC 1 person കമ്പനി മീൻസ് എ കമ്പനി വിത്ത് ഓൺലി 1 person ആസ് ഇറ്റ്സ് മെമ്പർ. ഒരു വ്യക്തി മാത്രം മെമ്പറായിട്ടുള്ള കമ്പനിയാണ് 1 person കമ്പനി. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 ഓഫ് 2013 ആക്ട്. The draft rules state that only a natural person who is an Indian citizen and resident in India can incorporate a 1 person company. ഒരു വ്യക്തിക്ക് എന്താണ് 2013 ആക്ട് പ്രകാരം കമ്പനി തുടങ്ങാമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രിവിലേജസ് ഉണ്ട് 1 person കമ്പനിക്ക്. 1 person കമ്പനിക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ട കാര്യം വരുന്നില്ല. ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ചിട്ട് കമ്പനി നടത്തേണ്ട ഒരു മീറ്റിംഗാണ്. ഇവിടെ ഒരു വ്യക്തിയല്ലോ മീറ്റിംഗ് നടത്തേണ്ട. കമ്പനിക്ക് അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട. റിപ്പോർട്ട് നീഡ് നോട്ട് പ്രിപ്പയർ. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ഈസ് 1 ആൻഡ് ദ കമ്പനി നീഡ് നോട്ട് അപ്പോയിൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വെക്കേണ്ട കാര്യമില്ല. റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടർ ബൈ റൊട്ടേഷൻ ആവശ്യമില്ല. ഒരൊറ്റ ഡയറക്ടറെ ഈ കമ്പനി നിലനിൽക്കുന്നിടത്തോളം കാലം കൊണ്ടുപോകാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്റ്റ് ഓഫ് 1 person കമ്പനി മേ നോട്ട് ഇൻക്ലൂഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ FS എന്ന് പറയുമല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ബാലൻസ് ഷീറ്റ്, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, അപ്പോൾ ഇതിലൊന്നും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വെക്കണ്ട. ആനുവൽ റിട്ടേൺ നീഡ് നോട്ട് ബി സൈൻ ബൈ കമ്പനി സെക്രട്ടറി. കമ്പനിയുടെ റിട്ടേൺ ആര് സൈൻ ചെയ്യേണ്ട? കമ്പനി സെക്രട്ടറി സൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നോക്കാനുള്ളത് വാട്ട് ആർ ദ റെസ്ട്രിക്ഷൻസ് ഓഫ് 1 person കമ്പനി. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് ചെറിയ മിസ്റ്റേക്ക്, അതാണ് തിരുത്തിയത്. അപ്പോൾ 1 person കമ്പനിയുടെ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ 1 person കമ്പനിയുടെ റെസ്ട്രിക്ഷൻസ്, അതായത് ഇത്തരം കമ്പനികൾ ബാങ്കിങ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി പ്രവർത്തിക്കാൻ പറ്റില്ല. കാര്യം ആൾക്കാരുടെ പൈസ നിക്ഷേപിക്കുന്ന ഈ നോൺ ബാങ്കിങ് NBFC ഉണ്ടല്ലോ, അത് നടത്താൻ പറ്റില്ല. 1 person കമ്പനി കനോട്ട് കൺവേർട്ട് വോളണ്ടറിലി ഇൻ ടു എനി കൈൻഡ് ഓഫ് കമ്പനി അൺലെസ് 2 years have expired. അതായത് ഒരു 1 person കമ്പനി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ 2 കൊല്ലെങ്കിലും അത് ബിസിനസ് പോയതിന് ശേഷം മാത്രമേ അതൊരു പ്രൈവറ്റ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാർ നമുക്ക് നിക്ഷേപകരായിട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ റെസ്ട്രിക്ഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെയാണ് വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിഗാർഡിങ് കൺവേർഷൻ ഓഫ് 1 person കമ്പനി ഫ്രം എ പ്രൈവറ്റ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയെ എങ്ങനെയാണ് ഒരു 1 person കമ്പനിയായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് അടുത്ത ചോദ്യം. എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ 1 person കമ്പനി ബൈ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ആസ് പെർ റൂൾ 7. റൂൾ 7 പ്രകാരം കമ്പനീസിൻ്റെ റൂൾസ് വന്നത് 2014 എപ്പോഴും ആക്ട് വരുന്നത് ഒരു വർഷം, അത് തൊട്ടടുത്ത വർഷമാണ് അതിൻ്റെ നിയമാവലികൾ വരിക, റൂൾസ് വരിക. അപ്പോൾ അതിൽ പ്രകാരം റൂൾ 7 പ്രകാരമാണ് ഇതിനെങ്ങനെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയെ
1% കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എ പ്രൈവറ്റ് കമ്പനി ഹാവിംഗ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 50 lakh rupees ഓർ ലെസ് ഓർ ആവറേജ് ആനുവൽ ടേൺ ഓവർ ഡ്യൂറിങ് ദ റെലവൻറ്റ് പീരീഡ് 2 crore ഓർ ലെസ് മേ കൺവേർട്ട് ടു 1% കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 50 ലക്ഷം വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ ടേൺ ഓവർ 2 കോടി അങ്ങനെ വന്നാൽ മാത്രമാണ് ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. അതൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് കൂടുക, മെമ്പേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് കൂടുക. ഓക്കെ, അതായത് ഒരു മീറ്റിംഗ് കൂടുക. അതിൽ 2/3, അതായത് ഒരു 75% നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് വോട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ വോട്ട് കിട്ടിയിട്ട് പാസ്സാക്കുന്ന നിയമങ്ങളെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. അങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കണതിനെ അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയെ 1% കമ്പനിയായിട്ട് മാറ്റാനായിട്ട്. ബിഫോർ പാസിംഗ് ദ റെസൊല്യൂഷൻ ദ കമ്പനി ഷാൽ ഒബ്റ്റെയിൻ നോ ഒബ്ജക്ഷൻ ഇൻ റൈറ്റിംഗ് ഫ്രം മെമ്പേഴ്സ്. മെമ്പർമാരുടെ കയ്യിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്നും, കടം കൊടുത്ത ആൾക്കാരുടെ കയ്യിൽ നിന്നും. 1% കമ്പനി ഷാൽ ഫയൽ കോപ്പി ഓഫ് റെസൊല്യൂഷൻ വിത്ത് ദ രജിസ്ട്രാർ. കമ്പനിക്ക് ഒരു രജിസ്ട്രാർ ഉണ്ടാവും. ആ രജിസ്ട്രാറിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും, എല്ലാ ജില്ലാ തലത്തിലുണ്ടാവും കമ്പനി രജിസ്ട്രാർ. അപ്പോൾ അയാളുടെ അടുത്തേക്ക് എന്താണ് നമ്മളത് ഫയൽ ചെയ്യണം. ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണത്. ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് സച്ച് ആ റെസൊല്യൂഷൻ്റെ കോപ്പി ഫയൽ ചെയ്യണം. The company shall file an application for its conversion to 1% company along with the fees as provided in Companies Rules 2014, attaching the following documents. അപ്പോൾ അതിൽ ഒന്ന് ഈ ഡയറക്ടേഴ്സിൻ്റെ എഫിഡവിറ്റ് നമ്മൾ വെക്കണം, ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് വെക്കണം, ക്രെഡിറ്റേഴ്സ് വെക്കണം, പിന്നെ ലാസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വെക്കണം. പിന്നെന്താണ്, കോപ്പി ഓഫ് നോൺ ഒബ്ജക്ഷൻ ലെറ്ററും വെക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൈവറ്റ് കമ്പനിയെ 1% കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.